ഹലോ ഗായ്സ്, ഒരുപാട് ലേറ്റായിട്ട് വരുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. കറക്റ്റ് പറയുകയാണെങ്കിൽ ഇന്നേക്ക് 1 കൊല്ലമായിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോ എടുത്തിട്ട്. ഇത് എൻ്റെ കല്യാണത്തിൻ്റെ തലേനാൾ എൻ്റെ വീട്ടിലെ ആഘോഷങ്ങൾ ഒക്കെ പകർത്തിയെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ മഞ്ഞക്കല്യാണം വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്നുള്ള അറേഞ്ച്മെൻറ്റ്സ് ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാനേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ കുറച്ചധികം ഇമോഷണൽ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ എൻ്റെ ഫാമിലി എല്ലാവരുമായിട്ട് അറ്റാച്ച്ഡ് അല്ല, പക്ഷേ ചില ആൾക്കാരുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പം അതെൻ്റെ മുഖത്ത് കാണാൻ തന്നെ പറ്റും. ചില ആൾക്കാർ എൻ്റെ അടുത്തേക്ക് വരുമ്പോഴുള്ള എൻ്റെ ഫീലിങ്സും വിഷമവും, പിന്നെ ചില ആൾക്കാർ വരുമ്പോഴുള്ള ഒരു ഹാപ്പിനെസ്സും അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത മൈൻഡും ഒക്കെ കണ്ടാൽ മനസ്സിലാവും. ഞാൻ അന്ന് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ എല്ലാ കുടുംബക്കാരും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. പക്ഷേങ്കിൽ നാളെ ഞാൻ ഈ കുടുംബത്തിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവാണല്ലോ എന്നുള്ളതാണ് എൻ്റെ മൈൻഡിൽ. പിന്നെ എൻ്റെ അമ്മ, എൻ്റെ പപ്പ എല്ലാവരും ഒറ്റയ്ക്കായി പോവും, ഞാൻ അങ്ങനെയാണ് എല്ലാവരുടെ അടുത്തും നിൽക്കുന്നത് എന്നൊക്കെ ആണ് മൈൻഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ജസ്ന ചേച്ചിക്ക് കൊടുക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷനായി പോകുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ല എന്താണ് ഞങ്ങളുടെ കണക്ഷൻ എന്ന്. പക്ഷേങ്കിൽ ജസ്നേച്ചിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഫീലിങ്സ് ആയിരുന്നു. പിന്നെ ഇതാ ഓരോരുത്തരെ കാണുമ്പോഴത്തേക്കും ഞാനങ്ങ് കരഞ്ഞു പോവാണ് കേട്ടോ. എല്ലാവർക്കും കേക്കൊക്കെ മുറിച്ച് കൊടുത്ത ശേഷം ഇതാ അമ്മയും അമ്മായിയും ഒക്കെ എൻ്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. കാശിനെ താഴെ കണ്ടോ? എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? അവൻ മാത്രം ഒരു ഫീലിങ്സും ഇല്ലാതെ എന്തോ ഒരു വിഷമത്തിലാണ് കേട്ടോ പുള്ളിക്കാരൻ നിൽക്കുന്നത്. അപ്പോൾ കേക്കൊക്കെ മുറിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം മഞ്ഞക്കല്യാണം സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഈ മഞ്ഞപ്പൊടി മുഖത്ത് നോക്കുന്ന പരിപാടി ആദ്യം അമ്മയാണ് ചെയ്തത്. ചേച്ചി എന്നിട്ട് ഓടി വരാണ് കേട്ടോ. ഇതിനെങ്കിലും സെക്കൻഡ് ചാൻസ് എനിക്ക് തരണേ എന്നും പറഞ്ഞ് ഓടി വന്നതാണ്. എന്നിട്ട് അവളെല്ലാവരും പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. പിന്നെ അതാ ആൻറ്റി തേച്ചു, അത് വീഡിയോയിൽ കിട്ടിയില്ല. പിന്നെ മാമിയാണ് തേക്കുന്നത്. പിന്നെ അതാ വലിയമ്മ വരുന്നുണ്ട്. അമ്മ അതാ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് തിന്നാൻ തരുന്നുണ്ട്. കാശി ഇതാ ഇതെല്ലാം നോക്കി എൻ്റെ കൂടെ നിൽക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? എൻ്റെ മോൻ എന്നെ ഇങ്ങനെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. ചിലപ്പോൾ അവൻ്റെ ഉള്ളിലുള്ള ഒരു സങ്കടമായിരിക്കും, എന്താണ് സംഭവിക്കുന്നതെന്ന് അവനറിയുന്നുണ്ടാവില്ല. പിന്നെ വലിയമ്മ കഴിഞ്ഞതാ ഗോസ്ന ചേച്ചിയാണ് ഉണ്ടാക്കി തന്നെ. ഗോസ്ന ചേച്ചിയൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ്. പക്ഷെ ജസ്നേച്ചി എന്ന് പറയുമ്പോൾ വേറൊരു ഫീലാണ്. ഇതാ ഇപ്പോഴും എനിക്ക് ചേച്ചിനെ കണ്ടപ്പോഴത്തേക്ക് അങ്ങോട്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അമ്മ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈയൊക്കെ വൃത്തിയാക്കി തരുന്നുണ്ട്. മാമൻ കുറച്ച് പൂസായതുകൊണ്ടാണ് ഇങ്ങനെ എന്നെ ആയിട്ട് അലങ്കോലമാക്കിയെടുത്തത്. അമ്മ വേഗം തുടയ്ക്കാൻ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ രജനിയമ്മായി വന്നു. രജനിയമ്മായി കഴിഞ്ഞ് വരുന്ന ഇതാണ് കേട്ടോ എൻ്റെ ചെറിയ മാമനായിട്ട് ചെറുപ്പത്തിൽ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. മാമൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എൻ്റെ അമ്മേൻ്റെ ഏറ്റവും ഇളയ ആങ്ങളെയാണ്. അപ്പം ഞങ്ങളെല്ലാം മക്കളെ ഇങ്ങനെ കൊണ്ടുനടക്കുന്നത് ഞങ്ങളുടെ മാമനായിരുന്നു കേട്ടോ. പിന്നെ മാമൻ കല്യാണമൊക്കെ കഴിഞ്ഞ് പ്രാരാബ്ധ ഞങ്ങൾ വലിയ മക്കളായപ്പോൾ മാമനായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ഒക്കെ കുറഞ്ഞു. പക്ഷേ ഈ സമയത്ത് ഞാൻ അതൊക്കെയാണ് കേട്ടോ ചിന്തിക്കുന്നത്. അതൊക്കെ ഓർത്തപ്പോഴത്തേക്ക് എനിക്കങ്ങ് ഭയങ്കരമായിട്ട് സങ്കടമായി കേട്ടോ. പിന്നെ എൻ്റെ അമ്മമ്മ എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു കേട്ടോ എൻ്റെ കല്യാണം വരെ. സത്യത്തിൽ എല്ലാത്തിനും അമ്മമ്മ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മമ്മയ്ക്ക് ഉമ്മ കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായ. പിന്നെ വരുന്നത് അപ്പൂട്ടമ്മാമനാണ് കേട്ടോ. അപ്പൂട്ടമ്മാമൻ വന്നിട്ട് പലഹാരത്തിൽ ലഡു എടുത്ത് തന്നിട്ട് പിന്നെ അതിൻ്റെ ബാക്കി കഴിച്ച് ഫോട്ടോയൊക്കെ എടുത്ത് പോയി കേട്ടോ. പിന്നെ വരുന്നത് നമ്മുടെ ചെറിയ മാമിയാണ്. മാമി വന്ന് മഞ്ഞളൊക്കെ തേച്ച് ഇതാ എല്ലാത്തിനും കുറച്ചൊക്കെ എടുത്ത് തന്ന് ഉമ്മയൊക്കെ തന്ന് പോയിട്ടോ. പിന്നെ ഇതാ വരുന്ന ചേട്ടായാണ്. ചേട്ടായിൻ്റെ കാര്യത്തിൽ കല്യാണത്തിന് മുമ്പ് ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടായി ചെറിയൊരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആൾ ഒരുപാട് ബെറ്ററായി. പിന്നെ വന്നത് അച്ചുവാണ്, എൻ്റെ ചെറിയ അനിയനാണ് കേട്ടോ. അവനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. എന്താണെന്ന് അറിയില്ല. അങ്ങനെ വലിയ അറ്റാച്ച്മെൻ്റ് ഒന്നും അവനോട് അവൻ വലുതായാൽ പിന്നെ ഇല്ല. എങ്കിൽ കൂടി അവൻ നമ്മുടെ ചെറിയ അനിയനാണല്ലോ മനസ്സിൽ. പിന്നെ ഇത് നമ്മുടെ കിച്ചു ആയിട്ട് ഇത് പറയും പോലെ ചെറുപ്പത്തിലല്ല അടി ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ വലിയ കുട്ടിയായപ്പം അങ്ങനെ വലിയ ഇതിനൊന്നും വരാറില്ല കേട്ടോ. പൊതുവെ എല്ലാത്തിനും ഒതുങ്ങി കൂടാറാണ്. പിന്നെ അച്ഛൻ്റെ അമ്മേൻ്റെ സുഹൃത്തായിരുന്നു കേട്ടോ. അവർ കുറച്ച് ദൂരെയാണ്, അവിടെ നിന്ന് എൻ്റെ കല്യാണത്തിന് വേണ്ടി വന്നതാണ്. പിന്നെ ഇതാണ് എൻ്റെ പപ്പേൻ്റെ സ്വന്തം പെങ്ങളാണ്. നാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാരെ വന്നിട്ടുണ്ടായിരുന്നു. പപ്പ ബേസിക്കലി തമിഴ്നാടാണ്. അപ്പോൾ അവിടെ നിന്ന് എല്ലാവർക്കും വരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നാട്ടിലുള്ള 2-3 ആൾക്കാരാണ് കേട്ടോ കല്യാണത്തിന് വേണ്ടി വന്നത്. പിന്നെ ഇത് നമ്മുടെ നാട്ടിലുള്ള അമ്മയാണ്. അമ്മ വന്ന അനുഗ്രഹത്തോടെ മഞ്ഞളൊക്കെ തേച്ച് തന്നു. പിന്നെ ഇത് നമ്മുടെ ചെറിയ കുഞ്ഞു മോനാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ശിഖമോളാണ് കേട്ടോ വരുന്നത്. ശിഖമോൾ വന്നപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലൊരു വിഷമമായിരുന്നു കേട്ടോ. കാരണം കല്യാണത്തോടനുബന്ധിച്ച് തന്നെ നമ്മൾ ഭയങ്കരമായിട്ടൊരു, അതായത് കാണുമ്പോൾ നമ്മൾ അത്രയ്ക്ക് ഇതാണ്, വിളിക്കുക മെസ്സേജ് അയക്കുകയൊന്നും ഇല്ലെങ്കിലും ഇതെൻ്റെ കുഞ്ഞു പെങ്ങൾ തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇതാ കണ്ണ വന്നു. കണ്ണച്ചൻ ഈ പറയും പോലെ ചെറുപ്പം മുതലേ നല്ല കമ്പനിയായിരുന്നു. പിന്നെ വലുതായപ്പോൾ ഒരു അറ്റാച്ച്മെൻറ്റ് ഇച്ചിരി കുറഞ്ഞു പോയി. ഇത് കണ്ണച്ചൻ്റെ അമ്മയാണ് കേട്ടോ. ഞാൻ അമ്മായിയെന്നാണ് വിളിക്കാറ്. അപ്പോൾ അമ്മായി നമുക്ക് മഞ്ഞളൊക്കെ തേച്ച് ലഡു ഒക്കെ തന്നിട്ട് പോയി. പിന്നെ വന്നത് നമ്മുടെ അയൽവാസിയാണ്. അമ്മേൻ്റെയും വല്യമ്മേൻ്റെയും ഒക്കെ ഫ്രണ്ടാണ് കേട്ടോ, ശാന്താൻ്റി. എൻ്റെ ചേച്ചീൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയും കൂടിയാണ്. അവരും വന്ന് നമ്മളെ മഞ്ഞളൊക്കെ തേച്ച് അനുഗ്രഹിച്ചിട്ട് പോയി. പിന്നെ വന്നത് സുരമാമനാണ്. ഞാൻ അലമ്പാക്കിയും ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല മാമ. അപ്പോൾ മാമനൊരു അനുഗ്രഹവും തന്നു. പിന്നെ നമ്മുടെ കുഞ്ഞനീത്തിമാരാണ് കേട്ടോ വന്നത്. പവിത്രയും
പാർവണയും ഇവരെ കാണുമ്പോഴും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. കാണുമ്പോൾ എനിക്കങ്ങ് സങ്കടം വരും ഇവരെ. എന്തുകൊണ്ടാണെന്നറിയില്ല, സംഭവം നമ്മുടെ കുടുംബമല്ല, പക്ഷെ അല്ലാതെ എൻ്റെ അമ്മേൻ്റെ സുഹൃത്തിൻ്റെ മക്കളാണ് കേട്ടോ അത്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ചേച്ചി, എൻ്റെ അനുചേച്ചിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്. അനുചേച്ചിനെ മാത്രമല്ല ചേട്ടായിൻ്റെ വന്ന് എനിക്ക് കഴിക്കാൻ മാത്രം തന്നിട്ട് പോവാണ് കേട്ടോ. ഇത് നമ്മുടെ കാർത്തേച്ചിയാണ്, എൻ്റെ അമ്മമ്മേനെ പോലെ തന്നെയാണ് എനിക്ക് വന്ന് ഉമ്മയൊക്കെ തന്നു. പിന്നെ ഇതെൻ്റെ അനുമോളെ പറ്റി പറയാൻ വാക്കുകളില്ല. എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്, ഭയങ്കര സപ്പോർട്ടാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. എനിക്ക് എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന അവളെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയാണ് കേട്ടോ. എല്ലാവരും വന്ന് നമ്മളെ അനുഗ്രഹിച്ച് സന്തോഷത്തോടെ നമുക്ക് മഞ്ഞളൊക്കെ തേച്ച് തന്ന് പലഹാരമൊക്കെ എടുത്ത് വരുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പോഴൊക്കെ ഞാൻ ഉണ്ടായിരുന്നത്. പിന്നെ നിഖിലേട്ടൻ്റെ കൂടെ പണ്ട് ഞാൻ സ്റ്റേജിലൊക്കെ കയറി പാട്ടൊക്കെ പാടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ കമ്പനിയാണ്. ചേട്ടായി വന്ന് നമ്മളെ അനുഗ്രഹിക്കാൻ മറന്നില്ല. അനുഗ്രഹിച്ച് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ കരച്ചിലായിരുന്നു കേട്ടോ. ഞാൻ അവിടെ ഒറ്റയ്ക്കിരുന്നു. ഇതാണ് ഞങ്ങളുടെ റോയി ചേട്ടായി. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. മക്കളും ഇല്ല, ഭാര്യയില്ല, എല്ലാവരും ഉപേക്ഷിച്ച് പോയതാണെങ്കിലും ഞങ്ങളൊക്കെ മക്കളാന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ് കേട്ടോ. ആൾ ഇപ്പോൾ ജീവനോടെ ഇല്ല, അത് ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട് കേട്ടോ കാണുമ്പോൾ. പിന്നെ ഇതെൻ്റെ ആൻറ്റീൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. ദിബി ചേട്ടയാണ്, നമ്മളെ സ്വന്തം ആൾ തന്നെയാണ് കേട്ടോ. ഭയങ്കര എനിക്ക് കാണുമ്പോൾ സങ്കടം വരികയായിരുന്നു. പിന്നെ ഇതാ സൂര്യമോൾ വന്ന് നമുക്കിതാ ഒരു മോതിരം തരിക കേട്ടോ. എൻ്റെ ചങ്ക് പടഞ്ഞു പോയി കേട്ടോ. അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അവളുടെ ഭാഗം ഈ ഒരു ഗിഫ്റ്റ്. എനിക്ക് ഭയങ്കര സങ്കടമായി. അവൾ ഭയങ്കര സന്തോഷത്തോടെ വന്ന് എന്നെ അനുഗ്രഹിച്ച് എനിക്ക് മഞ്ഞളൊക്കെ തേച്ച് തന്ന് പോയി. അത് കണ്ടപ്പോൾ ആ മഞ്ചാടി വന്ന് ചെയ്യുകയാണ് കേട്ടോ. മഞ്ചാടിക്ക് ഒരു പൂതി തോന്നി. അപ്പോൾ അതാ നമ്മുടെ സൂര്യൻ്റെ ലച്ചുവിനും ഒരു പൂതി വന്നു. ലച്ചുട്ടിയും വന്നിട്ട് എൻ്റെ മുഖത്ത് മഞ്ഞളൊക്കെ ഇട്ട് ഈ ലഡു തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവൾക്കങ്ങ് നാണം വന്നു. എന്ത് ചെയ്യാനല്ലേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ലാസ്റ്റ് നമ്മുടെ സാന്താൻറ്റി വന്ന് മണത്തൊക്കെ നോക്കിയിട്ടോ, മഞ്ഞളുടെ ഉള്ളിൽ എന്താ ഇട്ടേക്കുന്നതെന്നൊക്കെ ചോദിച്ച് അങ്ങനെ അത് മഞ്ഞൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നു കേട്ടോ, വേണ്ടപ്പെട്ടവർ മാത്രം. പിന്നെ ഇതാ സൂര്യൻ്റെയും അമ്മുട്ടീൻ്റെയും അന്തുനേൻ്റെയും വക ഒരു സർപ്രൈസ് ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കാര്യമില്ലാതെ എന്നെയും പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു. എന്നോട് ആക്ച്വലി പ്രാക്ടീസിന് വരണമെന്ന് പറഞ്ഞായിരുന്നു. എനിക്ക് പോകാൻ ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അവിടെ പോസ്റ്റ് അടിച്ച് കുറേ നേരം നിന്നു. പിന്നെ ഇതാ ചേട്ടാൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വിഷ്ണു ചേട്ടായും കണ്ണനും ഫവാസ്കയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് തുറക്കുന്ന പരിപാടിയായിരുന്നു. അത് ഈ ഒരു സംഭവം ചെയ്യുന്നത് ഒരു 2 മണി ആ സമയമായപ്പോഴാണ്. കാരണം അതുവരെ ഡാൻസും കൂത്തുമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതൊന്നും സംഭവം എൻ്റെ ഫോണിൽ വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം എൻ്റെ ഫോണ് ഞാൻ പാട്ട് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് എൻ്റെ ഫോൺ തന്നെ വേണ്ടി വന്നു, അതാണ് സത്യം. അങ്ങനെ പെട്ടിയൊക്കെ തുറന്ന് സാരിയൊക്കെ എടുത്ത് നോക്കുകയാണ്. ഈ സാരിയൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. എനിക്കിഷ്ടമുള്ള കളർ ഞാൻ പറഞ്ഞ് തന്നെ എടുത്തതാണ്. ഞാൻ തന്നെ ഡിസൈൻ കൊടുത്ത് ചെയ്യിപ്പിച്ച ബ്ലൗസാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. സാരിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ അവർ വാങ്ങിയ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സാധനവും ഇല്ലേ എന്നൊക്കെ നോക്കുകയാണ് കേട്ടോ. നോക്കുന്ന ആൾ വേറെ ആരുമല്ല, എൻ്റെ ആൻറ്റിയാണ്, എൻ്റെ അമ്മേൻ്റെ അനിയത്തി. എല്ലാം രസമുണ്ടോ, മണമുള്ള സ്പ്രേ ആണോ എന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഇതിന് ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ നോക്കിക്കഴിഞ്ഞ് പെട്ടിയും പൂട്ടി വെച്ച് നമ്മളെല്ലാവരും ഉറങ്ങാൻ പോയിട്ടോ. ഉറങ്ങാൻ പോകുന്ന സമയം ഞാൻ പറഞ്ഞല്ലോ 2-2:30. പിന്നെ അമ്മേൻ്റെ കൂടെ കയറി ഒറ്റ ഉറക്കായിരുന്നു കേട്ടോ. ഇനി കല്യാണത്തിൻ്റെ വീഡിയോ നാളെ ഇടാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.